സോ ഒരു ബിഗിനർ വീഡിയോ എഡിറ്റർ എന്ന നിലയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 3 കട്ട്സ് ഉണ്ട് പ്രീമിയം പോലെ. ഫസ്റ്റ് നോർമൽ കട്ട്, സെക്കൻഡ് ജാക്കറ്റ്, മൂന്നാമത്തെ എൽ കട്ടാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ദെൻ വെൽക്കം ബാക്ക് ടു ഡേ 3 ഓഫ് 15 ഡേയ്സ് വീഡിയോ എഡിറ്റിംഗ് ചലഞ്ച്. ജാക്കറ്റിന് ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ ഓഫീസിൽ ഇരുന്നപ്പോൾ ഫ്രീ ആയിട്ടിരുന്നപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം ഇന്ന് എഡിറ്റ് ചെയ്തു. സോ ബേസിക്കലി ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ആ ക്ലിപ്പിൻ്റെ ഓഡിയോ കേൾക്കും, പിന്നെയാണ് ആ വീഡിയോ കാണാം. അപ്പോൾ ചെയ്യാനായിട്ട് സെക്കൻഡ് ക്ലിപ്പിൻ്റെ ഓഡിയോ ഓവർ റൈറ്റ് ചെയ്തതിൻ്റെ മേലെ കിട്ടുന്ന ശേഷം ബാക്കി ഭാഗം ട്രിം ചെയ്ത് കളഞ്ഞാൽ സിമ്പിളായിട്ട് ഇതുപോലെ ജാക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ജാക്കറ്റിന് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇന്നലെ എൻ്റെ കൊളീഗ് ഓഫീസിൽ ഫ്രീ ആയിട്ടിരുന്നപ്പോൾ വെട്ടിക്കുത്തി ഉണ്ടാക്കിയതാണ്. ജാക്കറ്റിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എൽ കട്ട് വരുന്നത്. അതായത് വീഡിയോ ആദ്യം മാറും, അതിന് ശേഷമായിരിക്കും ഓഡിയോ മാറുക. അത് ചെയ്യാനായിട്ട് വീഡിയോ ഇതുപോലെ ഓവർ റൈറ്റ് ചെയ്തിട്ടതിന് ശേഷം ബാക്കി വരുന്ന ഓഡിയോൻ്റെ പാർട്ട് ട്രിം ചെയ്ത് കളഞ്ഞാൽ ഇതുപോലെ സിമ്പിളായിട്ട് എൽ കട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനൊരു പറയാൻ മറന്ന ഒരു കട്ടാണ് നോർമൽ കട്ട്. നോർമൽ കട്ട് ഈ ഒരു രീതി മെത്തേഡിൽ ചെയ്യണമെങ്കിൽ അടിപൊളിയായിരിക്കും. അതായത് 2 ക്ലിപ്പ് ടൈം ലൈനിൽ വലിച്ചിട്ടതിന് ശേഷം രണ്ടാമത്തെ ക്ലിപ്പിനും ഫസ്റ്റ് തന്നെ ഒരു സ്കെയിലിൽ കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റ് ഫ്രെയിമിൽ തന്നെ അങ്ങോട്ട് ഒരു 10 ഫ്രെയിംസ് അപ്പുറത്തായിട്ട് ഒരു 110 സ്കെയിലിൽ അടുത്ത കീ ഫ്രെയിം ആഡ് ചെയ്തതിന് ശേഷം ആ കീ ഫ്രെയിമിന് ഒരു ഈസിൻ എഫക്റ്റ് കൊടുക്കുക. ഈസിൻ എഫക്റ്റ് ആഡ് ചെയ്താൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഈസിൻ എഫക്റ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു റിവ്യൂ കിട്ടും.